യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമുക്ക് ഈ ഭൂമിയിൽ നാം ദൈവത്തോടുള്ള ബന്ധത്തിൽ എപ്രകാരം ജീവിക്കണം? അതെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടതുപോലെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ച് തീർക്കുന്നവരല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവരാണ് എന്നുള്ള ആ വളരെ ശ്രേഷ്ഠമേറിയ ആത്മീയ സത്യം നമുക്ക് ഗ്രഹിക്കാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. പ്രത്യേകിച്ച് വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാവുന്ന അബ്രഹാം. ആ അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായി തീർന്നു. അതേപോലെ തന്നെ ദൈവം തൻ്റെ യജമാനൻ എന്ന് വിശേഷിപ്പിക്കുവാൻ ഉതകുന്നതായ രീതിയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആയിരുന്നതായ വ്യക്തി തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ എന്തെങ്കിലും പ്രാപിക്കുക എന്നുള്ളതല്ല നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യം, മറിച്ച് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം നാം സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നിത്യതയിലേക്ക് ചെല്ലേണ്ടവരാണ്. അവിടേക്കുള്ള ഒരു ജീവിതമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സന്ദേശങ്ങൾ നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു പെർസ്പെക്റ്റീവ്, ഒരു വീക്ഷണം നിങ്ങൾക്ക് നൽകാനിടയായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് ദൈവം അബ്രഹാമിനോട് നൽകുന്നതായ വിളി, അതേപോലെ തന്നെ ആ വിളിയോടുകൂടെ ദൈവം നൽകുന്നതായ വാഗ്ദത്തം. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം ഇതേപോലെ തന്നെ നമ്മെ വിളിക്കുന്നു. അതേ ദൈവത്തിങ്കിലേക്ക്, ദൈവം ഒരുക്കുന്നതായ ആ ഒരു ഉദ്ദേശത്തിലേക്ക്, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവം നമ്മെ വിളിക്കുന്നു. വെറുതെ ഉള്ളൊരു വിളിയല്ല ദൈവം നമുക്ക് നൽകുന്നത്, മറിച്ച് ആ വിളിയോടുകൂടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ദൈവം നൽകുന്നു. ഈ വാഗ്ദത്തങ്ങൾ ഓരോന്നും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ നിത്യമായ പദ്ധതിയുടെ വെളിച്ചത്തിലുള്ള വാഗ്ദത്തങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പല ആളുകളും ചോദിക്കാറുണ്ട്, എന്നെ ദൈവം വിളിച്ചെങ്കിൽ ദൈവം എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രോമിസ് നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്കുള്ള വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കും. ഇത് എനിക്കുള്ള വാഗ്ദത്തമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അതേപോലെ തന്നെ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ ദൈവം നമ്മളോട് തൻ്റെ വാഗ്ദത്തം എന്തൊക്കെയാണെന്ന് നമ്മളോട് സംസാരിപ്പാനിടയായിത്തീരും. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അപ്രകാരമല്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു വാഗ്ദത്തം നമ്മുടെ മുമ്പിലില്ലേ? അല്ല, എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? നമ്മെ സഹായിക്കുന്നവരോ നമ്മളുടെ അഭ്യുതകാംക്ഷികളായ ആളുകളും ഒക്കെ നമുക്ക് നൽകുന്നതായ പ്രോമിസസ്, ഒരുപക്ഷെ അവർ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നതായ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം എത്രത്തോളം നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രത്യാശഭരിതമാക്കാറുണ്ട്. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തോടുള്ള ബന്ധം നമ്മെ കൂടുതലും പ്രത്യാശ നിർഭരമാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അതൊരിക്കലും ഈ ഭൂമിയിൽ ഉള്ളതായ പ്രത്യാശയല്ല, മറിച്ച് നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയിൽ വേണം നമുക്ക് ജീവിപ്പാൻ കഴിയേണ്ടത്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ ഒരു ചിന്ത തന്നെയാണ് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യമാണ് വായിച്ചത്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ഒരു പ്രോമിസ് ദൈവം അവന് കൊടുക്കുമ്പോൾ അപ്രകാരം ഒരു ജാതിയാകുവാൻ അല്ലെങ്കിൽ ഒരു നേഷൻ ആകുവാൻ പറ്റിയതായ ഒരു സാഹചര്യത്തിലായിരുന്നില്ല അബ്രഹാം ആയിരുന്നത്. തൻ്റെ നല്ല വാർദ്ധക്യത്തിലാണ് ദൈവം ഈ ഒരു പ്രോമിസ് അബ്രഹാമിന് കൊടുക്കുന്നത്. അതേപോലെ തന്നെ തൻ്റെ ജീവിത പശ്ചാത്തലമോ തൻ്റെ കുടുംബ പശ്ചാത്തലമോ ഒന്നും ഈ ഒരു പ്രോമിസിന്, ഈ ഒരു വാഗ്ദത്തത്തിന് അനുകൂലമല്ലാത്ത ഒരു സമയമായിരുന്നു. പക്ഷെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യസ്തത എന്ന് പറയുന്നത് ഈ വാഗ്ദത്തം ചെയ്തവൻ ആരാണ് എന്നുള്ളതാണ്. വാഗ്ദത്തം ചെയ്തത് അതേ സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമാണ് ഈ വാഗ്ദത്തം ചെയ്തത് എന്നുള്ളതാണ് അബ്രഹാമിന് ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയുമാറാക്കിയത്. അതേപോലെ തന്നെ നമ്മളുടെ ദൈവത്തെ, നമ്മെ സൃഷ്ടിച്ചവനായ ദൈവത്തെ ജീവിതത്തിൽ എല്ലാത്തിനേക്കാൾ ഉപരി അവന് പ്രാധാന്യം കൊടുത്ത്, അവൻ്റെ വചനങ്ങൾക്ക്, അവൻ്റെ വാഗ്ദത്തങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്ത് അവനെ വിശ്വസിക്കുമ്പോഴാണ് ഇന്ന് നമ്മൾ നേരിടുന്നതായ അതേ ഇപ്രകാരം തന്നെ അതേ അബ്രഹാമിൻ്റെ ശാരീരികമായിട്ടുള്ള ചലഞ്ചസ്, വെല്ലുവിളികൾ, തൻ്റെ കുടുംബത്തിൻ്റെ ചലഞ്ചസ്, ഇവയെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്നത്. ഞാൻ ഈ അബ്രഹാമിൻ്റെ ഈ പശ്ചാത്തലമൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നതായ ഒരു ചിന്ത, നമ്മൾ ഓരോരുത്തരും ആണെങ്കിൽ തീർച്ചയായിട്ടും
നമ്മൾ നേരിടുന്നതായ വെല്ലുവിളികളെ ഒരു തടസ്സമായി നമ്മൾ കണ്ടേനെ. അതേ, അബ്രഹാം എന്തായിരിക്കാം തടസ്സമായി പറയുന്നത്? അതേ, താൻ വയസ്സിയെന്ന് വൃദ്ധനായിരിക്കുന്നു, ഇനി പുത്രോത്പാദനത്തിന് ശക്തിയില്ല. അതേപോലെ തന്നെ സാറായും മച്ചിയാണ്, അവൾക്ക് പുത്രോത്പാദനത്തിനുള്ള സാധ്യതകളില്ല. അവസ്ഥകളെല്ലാം തന്നെ തനിക്ക് വിപരീതമാണ് എന്നുള്ള ചിന്ത അവനെ അലട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ നമ്മളെന്ത് പറഞ്ഞേനെ? ദൈവമാണ് വാഗ്ദത്തങ്ങളൊക്കെ നൽകിയത്, പക്ഷേ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, യാതൊരു പോസിബിലിറ്റിയും എൻ്റെ ജീവിതത്തിലില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാധ്യതയും നിങ്ങൾ കാണുന്നില്ലേലും നിങ്ങളുടെ ദൈവമാണ് നിങ്ങളോട് ഈ വാഗ്ദത്തം പറഞ്ഞതെന്നുള്ള ആ വിശ്വാസം നിങ്ങൾക്ക് ദൈവത്തിൽ അർപ്പിക്കാൻ കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പ്രതികൂലമായി കാണുന്നതായ സകല വെല്ലുവിളികളെയും നിങ്ങൾക്ക് അതിജീവിപ്പാൻ സാധിക്കും. അതേ, ദൈവം ഈ അബ്രഹാമിനോട് എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ വലിയൊരു ജാതിയാകും. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായം അതിൻ്റെ 4 മുതൽ 8 വരെ ഉള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞതായ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. നിയമത്തിന്റെ പ്രത്യേകത എന്താ? നിയമം ഒരിക്കലും മാറിക്കൂടാത്തതാണ്. അതെ, ദൈവം അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. ആ നിയമം എന്താണ് എന്നുള്ളത് അത് ദൈവത്തിനും അബ്രഹാമിനും തീർച്ചയായിട്ടും അറിയാം, നമുക്കറിയത്തില്ല. പക്ഷേ വിശുദ്ധ വേദപുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ നിയമം എന്ന് പറയുന്നത് ദൈവം അബ്രഹാം മുഖേന അത് ഈ ലോകത്തെ അനുഗ്രഹിക്കുന്നതാണ്, ജാതികളെ അനുഗ്രഹിക്കുന്നതാണ്. അതാണ് ആ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. നോക്കൂ, ആ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള ചില കാര്യങ്ങൾ ദൈവം അബ്രഹാമിനോട് പറയുന്നു, നീ ബഹുജാതികൾക്ക് പിതാവാകും. നീ ബഹുജാതികൾ എന്ന് പറയുമ്പോൾ അബ്രഹാമിൽ നിന്ന് ഉരുവായതായ അതേ തൻ്റെ ഭാര്യയായ സാറായിൽ നിന്നും ഉൽപ്പാദിതമായി തീർന്ന ഇസ്ഹാക്ക്, അതേ തൻ്റെ വീട്ടിലെ ദാസിയായിരുന്ന ഹാഗാറിൽ നിന്നും ഉളവായതായ ഇഷ്മയിൽ എന്ന മറ്റൊരു സന്തതി. അതേപോലെ തന്നെ പിന്നീട് അബ്രഹാമിന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യയുടെ പേര് കെതൂറ എന്നുള്ളതായിരുന്നു. അവളിൽ നിന്നും സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദ്യാൻ, ഇസ്ബാക്ക്, ഷൂഹഗ് എന്നീ മക്കൾ ഉണ്ടായി എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നോക്കണമേ, അബ്രഹാമിൽ എന്തൊക്കെ സംഭവിക്കുന്നു? ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്താണോ, അതായത് നീ ബഹുജാതികൾക്ക് പിതാവായി തീരുമെന്ന് പറയുമ്പോൾ തന്നിൽ നിന്നും ഉത്ഭവിച്ചതായ മക്കൾ അവർ ഓരോരുത്തരും വെവ്വേറെ ജാതികളെ പ്രതിനിധീകരിക്കുന്നവരായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള സകല ജാതികളുടെയും പിതാവ് എന്ന് അക്ഷരം പ്രതി നമുക്ക് വിളിക്കാൻ കഴിയുന്നതായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അബ്രഹാം ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവെന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ വായിച്ചതായ വാക്യത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പരാമർശമുണ്ട്. നിന്റെ പേർ ഞാൻ വലുതാക്കും. നിന്റെ പേർ വലുതാക്കും. നിന്റെ പേർ വലുതാകുക എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? ഒന്നാമത് ലിറ്ററലി അബ്രാം എന്നാണ് നമുക്ക് ഈ 12-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത്. അബ്രഹാം എന്നല്ല. അബ്രാം എന്നുള്ള ആ പേര് ദൈവം അക്ഷരികമായി തന്നെ വലുതാക്കി അബ്രഹാം എന്നാക്കി മാറ്റി. ആ പേരിന്റെ അർത്ഥം ബഹുജാതികൾക്ക് പിതാവ് എന്നുള്ളതാണ്. അബ്രാം എന്ന് പറയുമ്പോൾ അത് പിതാവ് എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. പക്ഷെ അബ്രഹാം എന്ന് പറയുമ്പോൾ ബഹുജാതികൾക്ക് പിതാവെന്ന് അർത്ഥം. അടുത്തത്, പേര് വലുതായതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സൂചന നമുക്ക് ചരിത്രത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിക് റിലീജിയൻസ് എന്നറിയപ്പെടുന്നതായ മതങ്ങൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അത് യഹൂദമതം, അത് ഇസ്ലാം മതം, അത് ക്രിസ്തീയ മതം. ഇങ്ങനെ ഈ 3 മതത്തിൽപ്പെട്ടവരായ ആളുകൾ, ഞാൻ ക്രിസ്ത്യാനിത്വത്തെ മതമെന്ന് ഇവിടെ പഠനാർത്ഥം മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതമാണെന്നുള്ളത്. പക്ഷേ പഠനോദ്ദേശ പ്രകാരം തന്നെയാണ് ഞാൻ ഇവിടെ ക്രിസ്ത്യാനിത്വത്തെ ഒരു മതമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ 3 മതത്തിലുമുള്ള ആളുകൾ ബഹുമാനിക്കുന്നതും ഒരേപോലെ തന്നെ അവരുടെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവെന്ന് അവർ വിളിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അബ്രഹാമിനെയാണ്. നോക്കൂ, ദൈവം എങ്ങനെയാണ് ഒരാളുടെ പേരിനെ വലുതാക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. കേവലം ഉദ്ദേശം മാത്രമല്ല, ആ ഉദ്ദേശത്തെ ദൈവം നമുക്ക് പ്രോമിസസ് ആയിട്ട് വാഗ്ദത്തമായി നൽകുകയും അതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പേരിനെ കൂടുതൽ മഹത്വകരമാക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ താമസിക്കുന്നു, അതേ അബ്രഹാമിനെ പോലെ. പക്ഷേ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്
ദൈവത്തിലുള്ള വിശ്വാസത്താലും അതേ ദൈവം തൻ്റെ ഹിതം നമ്മളിൽ നിറവേറ്റുന്നതിലൂടെ അതേ ദൈവം നമ്മളുടെ പേരിനെ കൂടുതൽ ബഹുമാനമുള്ളതാക്കി മാറ്റുന്നതിലൂടെയുമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അതിനുവേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അബ്രഹാമിനെ പോലെ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് തോന്നിയതുപോലെ ഒരു ജീവിതമല്ല നാം ദൈവത്തോടൊപ്പം നയിക്കേണ്ടത്. മറിച്ച് ദൈവത്തെ, അതേ അബ്രഹാം അറിഞ്ഞതുപോലെ ദൈവത്തെ ശരിയായി അറിയുവാനും ദൈവത്തിൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജീവിത ശൈലി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലി നമ്മൾ നന്നായി മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഇണങ്ങിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അബ്രഹാമിനെ പോലെ നമുക്കും ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീരുവാനും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗവാക്കായി തീരുവാനും കഴിയുമെന്ന് ഇന്ന് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതെ, ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. അതെ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ധാരാളം വാക്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് പറയാനുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. പക്ഷെ ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. അതെ, ദൈവത്തിൻ്റെ പദ്ധതി, അതേ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ഭാഗമാണ് ഞാൻ എന്നുള്ള ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ദൈവം നമ്മോടും പറയുന്നു, ഞാൻ നിന്നെ ഒരു രാഷ്ട്രമാക്കി മാറ്റും. അനേകർ നിന്നെ ബഹുമാനിക്കത്തക്കവണ്ണം ഒരു അവസ്ഥയിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരും എന്ന് മാത്രമല്ല നിന്റെ പേര് ഞാൻ വലുതാക്കും. അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ നമുക്ക് ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി സഞ്ചരിക്കുന്നവരായ ആളുകളാണ്. ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളെയും ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളെയും തേടിക്കൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്യുന്നവരാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ദൈവത്തിന് ഞങ്ങളോട് വളരെ വ്യക്തമായ വിളി ഉണ്ടെന്നും അതേപോലെ തന്നെ ആ വിളിയോടുകൂടെ ദൈവത്തിൻ്റെ പ്രോമിസസ്, വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുമെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങൾ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിച്ച് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ ഞങ്ങൾ ഏവരെയും അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ഈ ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനായി ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളുമായി പങ്കിടുക. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.